നമസ്കാരം. 9 നക്ഷത്രക്കാർക്ക് നാളെ ഒക്ടോബർ 11 ശനിയാഴ്ച ദിവസം വളരെയധികം പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്ന ദിനമാണ്. ഇക്കൂട്ടർക്ക് നിലവിലുള്ള ജീവിതത്തിൽ ചില കാര്യതടസ്സങ്ങൾ നിലവിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നറിയാത്ത അപ്രതീക്ഷിതമായ പല വിധേനയുള്ള കാര്യതടസ്സങ്ങൾ നിമിത്തം പ്രതിസന്ധികൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ 9 നക്ഷത്രക്കാർ. അതിനാൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ 9 നക്ഷത്രക്കാരുടെ മനസ്സിനെ ഇപ്പോൾ മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഇക്കൂട്ടർ അനുഭവിക്കുന്നുണ്ട്. കുറേയേറെ വിഷമങ്ങളാണ് ഇവരുടെ മനസ്സ് നിറയെ ഉള്ളത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന ചിന്തയാണ് നിലവിലിപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കുള്ളത്. എന്നാൽ ഇനി നാളെ മുതലുള്ള ദിവസം, പ്രത്യേകിച്ച് നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ 9 നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളായിരിക്കും ഇവർക്ക് നാളത്തെ ദിവസം സംഭവിക്കുന്നത്. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ ഒക്ടോബർ 11 9 നക്ഷത്രക്കാർക്ക് വജ്രയോഗം സിദ്ധിക്കുന്നതിനാൽ തന്നെ ധാരാളം സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നുണ്ട് ഈ 9 നക്ഷത്രക്കാർക്ക്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ കൂട്ടർക്ക് നാളത്തെ ദിവസം നിരവധി മാറ്റങ്ങൾ വജ്രയോഗം നിമിത്തം വന്നു ചേരുന്നതാണ്. ഇത് അപൂർവമായൊരു യോഗമാണ്. അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയാണ് നാളത്തെ ദിവസം. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ അനുഭവത്തിലുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങളിപ്പോൾ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിലും അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മാറ്റം തുടങ്ങാൻ പോകുന്നു. നാളെ മുതൽ ഗ്രഹസ്ഥാനങ്ങളൊക്കെ അനുകൂലമായതിനാലാണ് ഈ മാറ്റം, അതായത് ഈ വജ്രയോഗം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ജീവിതം മാറി മറിയുന്ന വളരെയധികം ഭാഗ്യമുള്ള ഒരു ദിനമാണ് നാളത്തെ ദിവസം. പുതിയ ചില കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ വളരെയധികം അനുകൂലമായ ദിവസമാണ് നാളെ. അനുകൂല ദിനമായതിനാൽ തന്നെ സമാധാനം തീരെ ഇല്ലാതിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാന അവസ്ഥ തുടങ്ങുന്നതാണ്. വഴക്ക്, പ്രശ്നങ്ങൾ നിമിത്തം നെഗറ്റീവായിട്ടുള്ളൊരു ഊർജ്ജമാണ് നിങ്ങളിൽ ഇതുവരെ ബാധിച്ചിരുന്നത്. അതൊക്കെ മാറി ദൈവീകത വർദ്ധിക്കുന്ന ഒരു സമയം കൂടി വജ്രയോഗത്താൽ നാളെ മുതൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിയുന്നതാണ്. ഇവിടെ കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് മക്കൾ നിമിത്തം ധാരാളം ദുരനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ഓരോരോ കാര്യങ്ങളെ ഓർത്തുള്ള വിഷമങ്ങൾ, അവരുമായിട്ട് എന്തെങ്കിലും വഴക്ക്, പ്രശ്നങ്ങളൊക്കെ. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാനസിക വിഷമങ്ങൾ ഒഴിയുകയാണ് നാളെ മുതൽ. പ്രതിസന്ധികൾ അകലുന്നുണ്ട്. വജ്രയോഗം സിദ്ധിക്കുന്ന നാളത്തെ ദിവസം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായി തകർച്ച, കടങ്ങൾ എന്നിവയൊക്കെ ഒരുപാട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന സമയമാണ്. കാരണം എന്തെന്നാൽ വജ്രയോഗമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുന്നത്. അതിൻ്റെ ഗുണാനുഭവങ്ങൾ ധാരാളം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ദൃശ്യമാകുന്നതാണ്. ശുഭകരമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്ന, മികച്ച ആരോഗ്യം ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ നിലവിൽ അലട്ടുന്നുണ്ട്. അതൊക്കെ മാറി ഒരു മോചനം, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതലുണ്ടാകുന്ന സമയമാണ്. ആരോഗ്യപരമായി നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും നാളത്തെ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. നാളത്തെ ദിനം മുതൽ ഭാഗ്യം അനുകൂലമായതിനാൽ, വജ്രയോഗം തുടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഒരു കാര്യത്തെയും ഓർത്തു നിങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ ഭയപ്പെടേണ്ട. വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമാണ് വജ്രയോഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായി നാളെ മുതൽ പോകുന്നത്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ചില ശുഭകരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാളത്തെ ദിവസം വളരെയധികം അനുകൂലമാണ്. നാളത്തെ ദിവസം ചിങ്ങം രാശിക്കാരായ ആളുകൾ എന്തെങ്കിലും ശുഭകരമായ കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഗുണകരമായ ഫലമുണ്ടാകുന്നതാണ്. കാരണം എന്തെന്നാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിനമാണ്. എല്ലാവിധ നെഗറ്റീവ് എനർജിയും മാറി പോസിറ്റീവ് ഊർജ്ജം അനുഭവപ്പെടുന്ന ദിനമായിരിക്കും. കാര്യതടസ്സങ്ങൾ അകലുന്നതാണ്. തടസ്സങ്ങൾ
നീങ്ങി പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങൾക്കും കർമ്മ നേട്ടമുണ്ടാകുന്നതാണ്. ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമായതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് കടാക്ഷമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ വജ്രയോഗം നിമിത്തം ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നാളെയും നാളെ മുതലുള്ള സമയങ്ങളും ഉത്തമമായ ജോലിക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നതാണ്. ഭാഗ്യം നിമിത്തം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇഷ്ടദേവത വന്ദനം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കുടുംബ പരദേവതയെ പോയി വണങ്ങുക. കൂടാതെ ഉപയോഗപ്രദമാകുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിക്ക് ഉതകുന്നത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്, അതൊക്കെ ഫലമില്ലാതെ പോയിട്ടുമുണ്ട്. എന്നാൽ നാളെ മുതലുള്ള സമയം, പ്രത്യേകിച്ച് നാളത്തെ ദിവസം കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ നാളത്തെ ദിനം ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാരാണെങ്കിൽ അതിൽ 100% വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. മാതാപിതാക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പവും സന്തോഷകരമായ യാത്രകളും സന്തോഷകരമായ നിമിഷങ്ങളും ചിലവഴിക്കാൻ നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നതാണ്. നിങ്ങൾ നാളെ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടതാണ്. സാമ്പത്തിക മാറ്റങ്ങൾ വന്നു ചേരുന്ന ധനയോഗം ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വളരെയധികം ഭാഗ്യദായകമായ ദിനമായിരിക്കും മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് നാളത്തെ ദിവസം. വജ്രയോഗം നിമിത്തം നേട്ടം തുടങ്ങുന്ന രാശിക്കാരിൽ അടുത്ത രാശി തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള നിമിഷങ്ങളെക്കുറിച്ച് അങ്ങനെ പല വിധേന ഉള്ള ആശങ്കകളും ഒഴിയുന്നതാണ്. ഭയത്തെ ദൂരെ എടുത്ത് കളഞ്ഞുകൊള്ളൂ. ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് താനേ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ വജ്രയോഗം നിമിത്തം തന്നെ ഇപ്പോൾ നിലവിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനായി നിങ്ങൾക്ക് കഴിയുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നുണ്ട് പല കാര്യങ്ങളും, അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഉയർച്ചയുടെ സമയം കൂടിയാണ് വജ്രയോഗം നിമിത്തം നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാനായി പോകുന്നത്. ഇവിടെ തുലാം രാശിക്കാരായ ആളുകൾ നിങ്ങൾ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ അടുത്തേക്കോ ഭാര്യയുടെ അടുത്തേക്കോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അങ്ങനെ ഏതായാലും വിദേശത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുന്നതാണ്. പലവിധ തടസ്സങ്ങൾ നിമിത്തം അത് നാളെ ആകട്ടെ എന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി നാളത്തെ ദിവസം തന്നെ ചില ശുഭകര വാർത്തകൾ നിങ്ങളുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് കേൾക്കാനിടയുണ്ട്. ഉയർച്ചയുടെ ഒരു തുടക്കമായത് ഇവിടെ വജ്രയോഗം നിമിത്തം നിങ്ങൾക്ക് ഉയർച്ച ധാരാളമായി നാളത്തെ ദിവസം മുതൽ തുടങ്ങുന്നതാണ്. ചില സമ്മാനാദികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും. നിലവിലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ദുരവസ്ഥകൾ ഒരുപാട് ഇപ്പോഴും നിങ്ങൾ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വജ്രയോഗം നിമിത്തം നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരവസ്ഥകളും മാറുന്നതാണ്. ഭാഗ്യസമയമായതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി ഉണ്ടാകുന്നതാണ്. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ് ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർ. ഇവിടെ വജ്രയോഗം അപൂർവമായ ഭാഗ്യങ്ങൾ, ധാരാളമായ നേട്ടങ്ങളൊക്കെ തരുന്ന ഈ വജ്രയോഗം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തടസ്സങ്ങളൊക്കെ മാറി ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമാണ് വജ്രയോഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനാൽ തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമായിരിക്കും. നന്ദി.